അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ. രോഗങ്ങൾക്ക് പൂർണ്ണ ഷിഫ നൽകട്ടെ. പ്രിയമുള്ളവരെ, 3 ദിവസം കൊണ്ട് ഓതി തീർക്കുക 21 പ്രാവശ്യം ഫത്ഹ് സൂറത്ത്. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊക്കെ തീരാൻ പല സൂറത്തുകളും പല ആയത്തുകളും ഹദീസുകളും പല കാര്യങ്ങളുണ്ട്. ഒന്ന് ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ മറ്റൊന്നിലേക്ക് കടക്കുക. പിന്നെ ശരിയാവാത്തതിന് കാരണം നമ്മളടുത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാകാൻ വേണ്ടി ഒരു 3 ദിവസം കൊണ്ട് 21 സൂറത്തുൽ ഫത്ഹ് ഓതി തീർക്കുക. ഓരോ ദിവസം എത്രയാണോ ഓതുന്നത് ആ ഓതിക്കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാ 1000 പ്രാവശ്യം, യാ ഫത്താഹു യാ അല്ലാ 1000 പ്രാവശ്യം ഓതിയിട്ട് ദുആ ചെയ്യുക. അങ്ങനെ 3 ദിവസങ്ങളിലായിട്ട് സൂറത്തുൽ ഫത്ഹ് ഓതുക, യാ ഫത്താഹ് 1000 പ്രാവശ്യം ഓതുക, എന്നിട്ട് ദുആ ചെയ്യുക. നല്ല മനക്കരുത്ത്, നല്ല നെയ്യത്ത്, നല്ല ഉദ്ദേശം അത് മനസ്സിൽ വേണം. നിങ്ങളുടെ ഉദ്ദേശം എന്താണോ? മകനൊരു ജോലി കിട്ടാനാണ്, അല്ലെങ്കിൽ രോഗം ശിഫയാകാനാണ്, അല്ലെങ്കിൽ ഗൾഫ് സംബന്ധമായ കാര്യങ്ങൾ റാഹത്താവാനാണ്, അല്ലെങ്കിൽ വീട് പണിക്കാണ്. എന്ത് ഉദ്ദേശമാണെങ്കിലും ആ ഉദ്ദേശം മനസ്സിൽ കരുതുക. ഞാൻ ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഓതുന്നത് എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് അങ്ങോട്ട് ഓതുക. 3 ദിവസം കൊണ്ട് 21 ഫത്ഹ് സൂറത്ത് ഓരോ ദിവസവും ഓതിക്കഴിയുമ്പം യാ ഫത്താഹു യാ അല്ലാ 1000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് സങ്കടത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് തഖ്വയോടുകൂടി ദുആ ചെയ്യുക. 3 ദിവസം. ആ 3 ദിവസം ചെയ്തിട്ട് നിങ്ങൾക്ക് പൂർത്തിയായിട്ടില്ല, 3 ദിവസം ചെയ്താൽ അപ്പം തന്നെ പൂർത്തിയാവില്ല, ദിവസങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ 3 ദിവസം കൊണ്ട് ഓതി കുറച്ച് ദിവസം കാത്തിരുന്ന് പൂർത്തിയായിട്ടില്ലെങ്കിൽ വീണ്ടും അതേപോലെ ഒരു 3 ദിവസം നിങ്ങൾ ഓതി ദുആ ചെയ്യുക. എന്നിട്ട് കുറച്ച് ദിവസം കാത്തിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പൂർത്തിയായിട്ടില്ല എന്നാൽ 3ാമത്തെ തവണ വീണ്ടും ഒന്നും കൂടിയും ഇതേപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കാര്യങ്ങൾ പൂർത്തിയാകും. നമ്മളെ മനസ്സറിഞ്ഞ് സങ്കടപ്പെട്ട് നമ്മളെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു തരണമെന്ന് ആദ്യം പറഞ്ഞിട്ട് നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്കോട് പറയുക. അപ്പോൾ എന്താവും? അള്ളാഹു തആല അത് സ്വീകരിക്കും. അപ്പോൾ നിങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകും. എന്തെങ്കിലും വഴികൾ അതിന് അള്ളാഹു തആല കാണിച്ചു തരും. ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തൂല. ഇൻഷാ അല്ലാഹ് റാഹത്ത് തന്നെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ, രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ, മക്കളൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, എല്ലാ ആഫത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും ബലായിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവസാനം ഈമാൻ രക്ഷപ്പെടുത്തട്ടെ. ഈമാനോടുകൂടി മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.